ഹായ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊരു സിമ്പിളായിട്ട് ഒരു ടേസ്റ്റി ആയ ഒരു ഇഡ്ഡലിക്കും ദോശക്കെല്ലാം കൂട്ടാൻ പറ്റിയ ഒരു ചട്നി ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പച്ചമുളക് വെച്ചിട്ട് നമുക്കൊരു ചട്നി, അതായത് പച്ചമുളക് ഈ പൊട്ടുകടല വെച്ചിട്ട് ചട്നി, നമ്മുടെ ഈ മിക്സറിലെല്ലാം കാണുന്ന സൈസ് പൊട്ടുകടല വെച്ചിട്ടുള്ളൊരു ചട്നിയാണ്. നല്ല ടേസ്റ്റാണ്. കാരണം ഞാനിത് കഴിച്ചത് എപ്പോഴെന്ന് വെച്ചാൽ ഞാനൊന്ന് ബോംബെയിൽ പോയായിരുന്നു. അവിടെ വെച്ചാണ് ഈ ചട്നിയുടെ ടേസ്റ്റ് മനസ്സിലാക്കിയത്. കാരണം അതുവരെ ഞാനങ്ങനെ ഇത് വെച്ചിട്ടുള്ള ചട്നിയൊന്നും ഇതുവരെ ആക്കിയിട്ടുണ്ടായിട്ടില്ല. അവിടുന്ന് പഠിച്ച് വന്നിട്ടാണ് ഞാൻ ഈ ചട്നി ഉണ്ടാക്കിയത്. ഇത് പൊട്ടുകടല എടുത്തിട്ടുണ്ട്, കുറച്ച് ഒരു 2 സ്പൂൺ വരെ പൊട്ടുകടല എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളിയാണ് ഇതിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. പക്ഷേ എനിക്ക് ചെറിയ ഉള്ളി ഇന്ന് തീർന്നു പോയി. അതുകൊണ്ട് ഞാൻ സവോളയുടെ ഒരു പകുതി ചെറിയ കഷ്ണം എടുത്തിട്ടുണ്ട്, കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ 2 പച്ചമുളക്. എരിവില്ലെങ്കിൽ വേണമെങ്കിൽ ഇനിയും പിന്നെ നല്ല എരിവ് വേണ്ടുന്നവരാണെങ്കിൽ കുറച്ചും കൂടി കൂട്ടാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്തിട്ടുണ്ട്, ചെറുത്, കുറച്ച് അരക്കുന്നുള്ളൂ. പിന്നെ ആവശ്യമുള്ളവർക്കാണെങ്കിൽ ഒരു കുഞ്ഞ് കഷ്ണം പുളിയും കൂടി ചേർക്കാം. ഇവിടെ പിന്നെ പുളി ആവശ്യമില്ല, വേണ്ടാത്തത് കൊണ്ടാണ് ഞാൻ പിന്നെ പുളി ചേർക്കാത്തത്. ഇനി നമുക്കിത് അരക്കണം. അതായത് പിന്നെ നമ്മൾ സാധാരണ ചട്നിക്ക് അരക്കുന്ന പോലെ നൈസായിട്ട് അരക്കണ്ട, കുറച്ചൊരു നല്ല ആവശ്യത്തിന് കുറച്ച് മതിഞ്ഞാൽ മതി. കാരണം നൈസായി അരക്കുമ്പം ഇതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ നമുക്കിതൊന്ന് അരച്ച് വരാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് അരച്ച് വരാം. കണ്ട, ഇപ്പം നമ്മൾ അരച്ച് വന്നിട്ടുണ്ട്. കണ്ട, അധികം മുതിഞ്ഞ് നൈസായി ഇറക്കണ്ട, ഇതേപോലെ. ഇനി നമുക്കിതിനകത്തോട്ട് വറുത്ത്, അതിനായിട്ട് ഞാൻ എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് കടുക് ചേർക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്കതിനകത്തോട്ട് കടുക് പൊട്ടി തീർന്നിട്ട് ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എരിവില്ലാത്ത മുളകായിരുന്നു പച്ചമുളക്, അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് 2 വറ്റൽമുളക് ചേർത്തിട്ടുണ്ട്. അതൊന്ന് ഇതായി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിക്കാം. കണ്ടോ, അപ്പോൾ നല്ല പൊട്ടുകടല ചട്നി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കേ.